ഉണ്ടായിരുന്നു. IMDUC, AITUC, CITU, BMS, HMS, UTUC എല്ലാവരും ചേർന്ന് 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തേക്കാൾ കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് സ്വീകരിച്ചത്. പൊതുമേഖല ഓരോന്നോരോന്നായി മുതലാളിമാരെ ഏൽപ്പിക്കുക. ആ സന്ദർഭം വന്നപ്പോൾ തൊഴിലാളി സംഘടനകളുടെ ഐക്യത്തിൽ നിന്ന് BMS പിന്മാറി. RSS നേതൃത്വം നൽകുന്ന സംഘടനയാണ് BMS. BMSന്റെ നേതൃത്വം BJPക്കല്ല, RSSന്. വിദേശ ചരക്കുകളുടെ ഇറക്കുമതിക്കെതിരായും സ്വകാര്യവൽക്കരണത്തിനെതിരായും സ്വദേശി ജാഗ്രൻ മഞ്ച് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി പ്രവർത്തിച്ചവരാണ് RSS. എന്നാൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ ആ നയം തന്നെ മോദി ഗവൺമെന്റ് തുടരുമ്പോൾ അതിനെതിരായ സമരത്തിൽ നിന്ന് BMSനെ അവർ പിന്തിരിപ്പിച്ചു. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനിലാണ് പിന്നെ സമരം നടത്തുന്നത്. ആ സമരങ്ങൾ തുടരുകയാണ്. അടുത്ത മെയ് മാസം 20-ാം തീയതി ഇന്ത്യയിലെ തൊഴിലാളികൾ ദേശീയ പണിമുടക്ക് നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 18-ാം തീയതി ഡൽഹിയിൽ ചേർന്ന ട്രേഡ് യൂണിയനുകളുടെ കൺവെൻഷനാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കോടിക്കണക്കായ ഇന്ത്യൻ തൊഴിലാളികൾ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കുന്ന മോദി സർക്കാർ പാസാക്കിയ തൊഴിൽ നിയമങ്ങൾക്കെതിരെ, അംഗൻവാടി, ആശ തുടങ്ങിയ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൃഷിക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നിശ്ചയിച്ച് സംഭരണം ശക്തിപ്പെടുത്തണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, വിലക്കയറ്റം തടയണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളികൾ മെയ് 20-ന് ദേശീയ പണിമുടക്കിലേക്ക് പോവാണ്. ആ പണിമുടക്ക് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തന പരിപാടികളിലേക്ക് ഞങ്ങൾ കണക്കുകയാണ്. നാളെ കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും, BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ പണിമുടക്ക് കേരളത്തിൽ വിജയിപ്പിക്കേണ്ടതിന്റെ ഒരു പ്രവർത്തന പരിപാടി തയ്യാറാക്കാൻ. രാജ്യം കണ്ട ഏറ്റവും ശക്തമായ പണിമുടക്കായി മെയ് 20-ന്റെ പണിമുടക്ക് മാറും. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്താൽ കേരളം എന്ന സംസ്ഥാനം ഉണ്ടാകുന്നത് 1956-ലാണ്. അതിനു മുമ്പ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ പ്രദേശങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി ജനങ്ങൾ പ്രക്ഷോഭം നടത്തി. അങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നവർ ഭൂരിപക്ഷമുള്ള പ്രദേശം ചേർത്ത് കേരളം ഉണ്ടാകുന്നത്. ഇന്നത്തെ തമിഴ്നാട് അന്ന് മദ്രാസാണ്, ഇന്നത്തെ കർണാടക അന്ന് മൈസൂർ എന്നാ പറഞ്ഞു, ഇന്നിപ്പോ കർണാടകയാണ്. കന്നഡ ഭാഷ സംസാരിക്കുന്നവരുടെ നാട്, തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടെ സ്റ്റേറ്റ്, ഇങ്ങനെ ഭാഷാടിസ്ഥാനമുള്ള സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു, കേരളം രൂപം കൊണ്ടു. 56 നവംബർ 1-നാണ് കേരളപ്പിറവി. അത് കഴിഞ്ഞ് 1957 ഒന്നാമത്തെ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് അധികാരത്തിൽ വന്നു. ഏതാനും സ്വതന്ത്രന്മാരും ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ. അങ്ങനെ രൂപീകരിച്ച ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തത് മഹാനായ EMS ആയിരുന്നു. ആ ഗവൺമെന്റാണ് ഇന്നത്തെ ഈ കേരളത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായ സുപ്രധാന നയ തീരുമാനങ്ങൾ എടുത്തത്. അതിലൊന്ന് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. ആദ്യം ഓർഡിനൻസായി ഇറക്കി, പിന്നെ നിയമമാക്കി. അതുവരെ ഭൂമി മുഴുവൻ നാടുവാഴികളുടേതും ജന്മിമാരുടേതുമാണെന്നാണ് സങ്കല്പം. പരശുരാമൻ മഴു വരുന്നപ്പോ ആ മഴു കടലിൽ ചെന്ന് വീണ ഇടം വരെ കടൽ പുറകോട്ട് പോയി കരയായി മാറുകയും കടലിൽ നിന്ന് വീണ്ടെടുത്ത കര മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു എന്നായിരുന്നു ഐതിഹ്യം. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ ബ്രാഹ്മണർ. അവർ ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്ത ഭൂമി ബ്രഹ്മസ്വം അല്ല, അവർ നേരിട്ട് കൈവശം വെച്ചത് ബ്രഹ്മസ്വം. ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്ത ദേവസ്വം.
പിന്നെ കുറെ കുടിയായ്മകൾ, പാട്ടം, കാണം തുടങ്ങിയ പല അവകാശങ്ങൾ വെച്ചുകൊണ്ടുള്ള കുടിയായ്മകൾ ഇങ്ങനെ പലർക്കായി വിധിച്ചു കൊടുത്തു. ആ ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന പട്ടിണിപ്പാവങ്ങളായ കുറെ മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ല, കുടിയാന്മാരായിരുന്നു. കുടിയാന്മാർ, പാട്ടക്കുടിയാൻ, വെറും കുടിയാൻ, അങ്ങനെ പല കുടിയായ്മയുണ്ടായിരുന്നു. അവരെ ജന്മിക്ക് എപ്പോഴാണ് ഒഴിപ്പിക്കാം, കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോകണം. ആ ഭൂമിയിൽ അവർ കൃഷി ചെയ്യുന്നത് പോലും ജന്മിക്ക് അവകാശപ്പെട്ടതായിരുന്നു. ചങ്ങമ്പഴിയുടെ വാഴക്കൊല എന്ന കവിത കേൾക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പാട്ടബാക്കി എന്ന കേദാമോദന്റെ നാടകം അന്ന് കേരളം മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചതാണ്. പാട്ടം കൊടുക്കാൻ കൃഷി പിഴച്ചു പോയതുകൊണ്ട്, പാട്ടം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഭൂമി ഒഴിപ്പിച്ച് കർഷകരെ ഇറക്കിവിടുന്നത്. അതിനെല്ലാം എതിരായിട്ടാണ് കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളികളൊക്കെ പോരാടിയത്. ആ പോരാട്ടത്തിലൂടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടു വന്നത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ കുടിയൊഴിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു MS ഗവൺമെന്റ്. ഇനി ഒരാളെയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അന്ന് മുതലാണ് കുടിയാന്മാരായിരുന്ന ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക് അവർ ജനിച്ചു വീണ മണ്ണിൽ കാൽ ഉറപ്പിച്ചു നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായത്. തന്റേതായ ഒരു ഇടം ജീവിതത്തിൽ ആദ്യമായി ലഭിച്ചത്. തന്റേതായ ഒരു ഇടം കിട്ടിയപ്പോഴാണ് തന്റെ ഇടം ഉണ്ടായത്, മനുഷ്യരായത്. പുതിയ തലമുറക്ക് ആ അനുഭവങ്ങളില്ലാത്തതുകൊണ്ട് ഇത് ചരിത്രം വായിച്ചു പഠിക്കാനേ നിർത്തിയുള്ളൂ. പഴമക്കാർക്കറിയാം എന്തായിരുന്നു അന്നത്തെ കഥ എന്ന്. രണ്ടാമത്തെ സുപ്രസിദ്ധമായ തീരുമാനം, തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. EMSന്റെ നയം, EMS ഗവൺമെന്റിന്റെ നയം. പോലീസിന്റെ ജോലി ആ സമരം അടിച്ചമർത്തലാണ്. തൊഴിലുടമയുടെ, മുതലാളിയുടെ പക്ഷത്ത് ചേർന്ന് പണിമുടക്ക് പൊളിക്കൽ പോലീസിന്റെ ഒരു ഔദ്യോഗിക കൃത്യമാണെന്നാണ് അതുവരെയുള്ള ധാരണ. പണിമുടക്ക് സമരം എന്നൊക്കെ പറഞ്ഞാൽ നിയമവിരുദ്ധമായ അക്രമങ്ങളാണ് എന്നായിരുന്നു സങ്കല്പം. അതിൽ മാറ്റം വരുത്തിയാണ് EMS പ്രഖ്യാപിച്ചത്, ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടേണ്ടതില്ല. അക്രമ സംഭവങ്ങൾ വന്നാൽ അവിടെ നിയമപരമായ നടപടിയെടുക്കുക. പണിമുടക്കുന്ന തൊഴിലാളികളെ പണിക്ക് കയറ്റാൻ പോലീസിന്റെ ജോലിയല്ല. കരിങ്കാലിപ്പണിക്ക് വരുന്നവരെ സംരക്ഷിക്കൽ പോലീസിന്റെ പണിയല്ല. മാറി നിന്നോണം. ആ ഒരൊറ്റ പ്രഖ്യാപനമാണ് കേരളത്തിലെ തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. അവരുടെ സമരം ജയിക്കാൻ തുടങ്ങി. കൂലിക്ക് വേണ്ടിയുള്ള സമരം, മറ്റാനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം, ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള സമരം. പടിപടിയായി കൂലി വർദ്ധിക്കാൻ തുടങ്ങി. നിയമങ്ങളുണ്ടായി, മിനിമം വേജ് നിയമം ഉണ്ടായി. ചുരുങ്ങിയ കൂലി എന്ത് കൊടുക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം. തൊഴിലാളികളെ സംരക്ഷിക്കുന്ന മറ്റു നിയമങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പടിപടിയായി തൊഴിലാളികളുടെ ജീവിത സൗകര്യങ്ങൾ മാറാൻ തുടങ്ങി. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ 2025 നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യവും ജീവിത സൗകര്യങ്ങളും നാം ഓർത്തു നോക്കും. ഇന്നൊരു കേരളീയന്റെ ശരാശരി ആയുസ് 83-84 വയസ്സാണ്. ശരാശരി. അതിൽ കൂടുതൽ ജീവിക്കുന്നവരുണ്ട്, ചിലപ്പോൾ അതിന് മുമ്പ് രോഗം വന്നൊക്കെ മരിക്കുന്നവരുണ്ടാവാം. അക്കാലത്ത് ശരാശരി ആയുസ് 50 വയസ്സിൽ താഴെയാണ്. എന്താ കാരണം? ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട്. ഭക്ഷണം മര്യാദക്ക് കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ജാതിയിൽ പറന്നവന് പ്രത്യേക ആരോഗ്യം, പടിഞ്ഞാറോട്ട് നോക്കി വായ തുറന്നു വെച്ച് കുറെ വായു അകത്ത് കയറ്റിയാൽ ആരോഗ്യം ഇതൊന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം. ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ, പോഷക വസ്തുക്കൾ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുക. ആ ഭക്ഷണം വാങ്ങി കഴിക്കണമെങ്കിൽ അവന്റെ കയ്യിൽ കാശ് വേണം. ജോലി ചെയ്ത് കൂലി കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്നവന് തനിക്കും കുടുംബത്തിനും മനുഷ്യരായി ജീവിക്കാൻ വേണ്ട ഭക്ഷണ വസ്തുക്കൾ കമ്പോളത്തിൽ പോയി വാങ്ങാൻ സാധിക്കണം. അതിനുള്ള വരുമാനം കൂലിയായി കിട്ടണം. അപ്പോഴേ അവർക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യത്തോട് ജീവിക്കാൻ കഴിയുന്നത് നിങ്ങൾ ജോലിയെടുത്താൽ
താരതമ്യേന മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ട്. 56-നെ അപേക്ഷിച്ച് അല്ലെങ്കിൽ 70-കളെ അപേക്ഷിച്ച് നമ്മുടെ വരുമാനത്തിന് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ഉയർന്നിട്ടില്ല. ഇന്നും വളരെ പട്ടിണി പാവങ്ങളായ പാവപ്പെട്ട മനുഷ്യരുണ്ട്. പക്ഷേ മാറിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനോട് നാം പ്രതിബദ്ധതയുള്ളവരായിരിക്കേണ്ടതാണ്. അന്നത്തെ ഗവൺമെന്റ് ആരംഭിച്ചതാണ് പൊതുവിദ്യാഭ്യാസം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന തത്വം. ഫീസ് കൊടുക്കാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് 57 മുതലാണ്. നിങ്ങൾക്കറിയാലോ അയ്യങ്കാളിയുടെ കഥ. മഹാത്മാ അയ്യങ്കാളി തന്റെ പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ, പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ആ പ്രദേശത്തെ നാടുവാഴിയായ സ്കൂൾ മാനേജറെ സമീപിച്ചു. ആ കുട്ടിയും കൂടി പഠിപ്പിക്കണം. മാനേജർമാരുടെ നടത്തുന്ന സ്കൂളാണ്, നമുക്ക് സ്വകാര്യ സ്കൂളേ ഉള്ളൂ. ധിക്കാരിയായ ആ പ്രമാണി നാടുവഴി പറഞ്ഞു, ഇവറ്റകളെ പഠിപ്പിക്കാനല്ല ഞാൻ സ്കൂൾ ഉണ്ടാക്കിയത്. ഇവറ്റകൾ അവരെ മനുഷ്യരായി പോലും ആ നാടുവഴി കണ്ടില്ല. അന്ന് പ്രഖ്യാപിച്ചു കർഷക തൊഴിലാളികളുടെ പണിമുടക്ക്. ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയലിൽ ഞങ്ങളുടെ മക്കൾ ജോലി ചെയ്യുന്നില്ല. 1 വർഷം നീണ്ടു നിന്നു ആ പണിമുടക്ക്. ഒരു വിത്തും പാകാൻ പറ്റിയില്ല. ആ കേരളത്തിലാണ് 5 വയസ്സ് പൂർത്തിയായാൽ മുഴുവൻ കുഞ്ഞുങ്ങളെയും സ്കൂളിൽ ചേർക്കുക എന്ന ഒരു നയം പ്രഖ്യാപിച്ച് ഇന്ന് സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ടോ? നമ്മുടെ വരുമാനം കുറവാണെങ്കിലും സൗജന്യമായ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഈ സർക്കാർ ഉറപ്പാക്കിയില്ലേ? പാഠപുസ്തകം സൗജന്യം. 9ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് പോരുമ്പോൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം അഡ്വാൻസ് ആയി നൽകുന്ന കാലം ഇന്ന്. ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നു കുട്ടികൾക്ക് സ്കൂളിൽ. അംഗനവാടികളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു. പാഠപുസ്തകം കൊടുക്കുന്നു, യൂണിഫോം കൊടുക്കുന്നു. കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവുക. പണ്ട് പത്തനംതിട്ട അങ്ങാടിയിൽ വന്ന ടാക്സി, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലൊക്കെ വാഹനങ്ങൾ തുടയ്ക്കാനും ഡ്രൈവർമാർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ, ചായയൊക്കെ വാങ്ങിക്കൊടുക്കാനും ഒക്കെ ചെറിയ കുട്ടികൾ ഓടി നടക്കുന്നത് കാണുമായിരുന്നില്ലേ? ബസ് സ്റ്റാൻഡുകളിൽ, ഹോട്ടലുകളിൽ മേശ തുടയ്ക്കാൻ, ഗ്ലാസ് കഴുകാൻ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ? ഇന്ന് ഏതെങ്കിലും ഒരു മലയാളി കുട്ടി അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ? അന്യ സംസ്ഥാന തൊഴിലാളികളായി വന്നവരുടെ ആശ്രിതന്മാരായ പാവപ്പെട്ടവർ വല്ലവരും നിവൃത്തിയില്ലാതെ അത്തരം ജോലികളിലൊക്കെ ഉണ്ടാവാം. ഒരൊറ്റ കേരളീയ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നില്ല. എല്ലാവരും സ്കൂളിൽ പോവുക. ആ നാടാക്കി കേരളത്തെ മാറ്റിയത് 57-ലെ ഗവൺമെന്റ് തുടക്കം കുറിച്ച വിപ്ലവകരമായ ഒരു നയത്തിലൂടെയാണ്. മറന്നു പോകരുത്. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഓർമ്മിക്കാനുള്ളതാണ്. ഇതൊന്നും ഒരാളും നമുക്ക് ദാനം തന്നതല്ല, സമരം ചെയ്ത് നേടിയെടുത്തതാണ്. ഇന്ന് പൊതുവിതരണം, റേഷൻ കടകൾ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ്, നിരവധി ഏജൻസികളിലൂടെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഭക്ഷ്യവസ്തുക്കൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമായി വിതരണം ചെയ്യുന്ന സമ്പ്രദായത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പട്ടിണി കിടക്കാതെ എല്ലാവർക്കും ജീവിക്കാവുന്ന അവസ്ഥയല്ലേ? പൊതു ആരോഗ്യ പ്രസ്ഥാനം, സർക്കാരിന്റെ ആശുപത്രികൾ തുടക്കം കുറിച്ചത് 57 ഗവൺമെന്റാണ്. ഇന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, ആയുർവേദ ഡിസ്പെൻസറികൾ, ഹോമിയോ ഡിസ്പെൻസറികൾ, NHMന്റെ കീഴിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിപുലമായ സർക്കാർ സംവിധാനമല്ലേ കേരളത്തിലുള്ളത്? വിലമതിക്കാനാവാത്ത സേവനങ്ങളല്ലേ സർക്കാർ ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്നത്? ചിലപ്പോൾ ആ ചികിത്സ തികയാതെ വരുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വരും ചിലപ്പോൾ. എങ്കിലും പൊതുവിൽ പകർച്ചവ്യാധികളില്ലാതെ, കൂട്ടമരണങ്ങളില്ലാതെ മനുഷ്യരെ സംരക്ഷിച്ചു നിൽക്കാൻ കഴിയുന്ന സുശക്തമായ ഒരു ആരോഗ്യ സംവിധാനം കേരളത്തിൽ ഉണ്ടായില്ലേ? 57-ലെ ഗവൺമെന്റാണ് തുടങ്ങിയത്. ലോകം മുഴുവൻ കോവിഡിന്റെ പിടിയിലമർന്നപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും ആളുകൾ കൂട്ടത്തോടെ മരിച്ച സാഹചര്യത്തിൽ 2 കൊല്ലവും കേരളത്തിലെ മരണസംഖ്യ കോവിഡ് വരുന്നതിന് മുമ്പുള്ള 1 കൊല്ലത്തെ മരണസംഖ്യയേക്കാൾ കുറവായിരുന്നു. ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ശക്തിയാണത്. ആ പൊതു ആരോഗ്യ മേഖലയെ വികസിപ്പിച്ച് തുടക്കം കുറിച്ചത് EMS ഗവൺമെന്റാണ്. വിസ്മരിച്ചു പോകരുത്.
ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ തകർക്കുകയാണ്. തൊഴിലാളികൾക്ക് സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ത്യ ഗവൺമെന്റ് തരുന്നില്ല. തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മോദി ഗവൺമെന്റിന്റെ വർഗീയതക്കും ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കും എതിരെ ഉശിരോടുകൂടിയ നിലപാട് സ്വീകരിക്കുന്ന ഒരു സെക്യുലർ പാർട്ടിയാണ് DMK. ഇടതുപക്ഷവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള പാർട്ടിയാണ്. പക്ഷേ തൊഴിലാളികളുടെ പ്രശ്നം വരുമ്പോൾ ഇടതുപക്ഷത്തെ പോലല്ല വരില്ല, വ്യത്യാസമുണ്ട്. അവിടെ ചെന്നൈക്കടുത്ത് ശ്രീപെരുമ്പത്തൂരിൽ സാംസങ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പനി, ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്, ദക്ഷിണ കൊറിയൻ കമ്പനിയാണ്. അവരുടെ ഒരു കമ്പനിയുടെ ഒരു യൂണിറ്റ് അവിടെ സ്ഥാപിച്ചു ശ്രീപെരുമ്പത്തൂരിൽ. സാംസങ് എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കമ്പനി. അവിടെ ജോലിക്ക് നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾ കമ്പനി പ്രവർത്തനം ആരംഭിച്ച് ഏതാനും മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അവകാശമുണ്ടേ. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ മറ്റൊരു രൂപമുണ്ട്. ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ ആർക്കെങ്കിലും ട്രേഡ് യൂണിയൻ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂണിയൻ രൂപീകരിക്കാൻ രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ അപേക്ഷ കൊടുക്കാം ലേബർ ഡിപ്പാർട്ട്മെന്റിന്. അവർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അത് നിയമപരമായ അവകാശം. ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ കൂടി ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് മുദ്രാവാക്യം വിളിച്ച് ബഹളം ഉണ്ടാക്കി നടക്കലല്ല. അവർക്ക് നിയമപരമായ അവകാശമാണ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, ലേബർ ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുക്കാൻ, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച് കരാറുണ്ടാക്കാൻ. ഇതൊരു നിയമപരമായ പ്രവർത്തനം കൂടിയാണ്. ആ നിയമപ്രകാരം ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ അവർ അപേക്ഷ കൊടുത്തു. തമിഴ്നാട് ഗവൺമെന്റ് കീഴിലുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ കൊടുത്തില്ല, യൂണിയൻ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു സാംസങ് എന്ന പേര് ഒഴിവാക്കും, ഇവരൊരു അഖിലലോക കമ്പനിയാണ്, ലോകത്തൊരിടത്ത് അവരുടെ കമ്പനിയിൽ യൂണിയൻ ഇല്ല, ഇവിടെ മാത്രം ഒരു യൂണിയൻ ഉണ്ടാക്കുന്നതിന് അവർ യോജിക്കുന്നില്ല. തൊഴിലാളി സംഘടനാ നേതാക്കന്മാര് പറഞ്ഞു ഇന്ത്യയിലെ നിയമപ്രകാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ രജിസ്ട്രേഷൻ കൊടുത്തില്ല. അപ്പൊ തൊഴിലാളികൾ സമരം നടത്തി. ഒരു മാസം നീണ്ടുന്ന പണിമുടക്ക്, മുഴുവൻ തൊഴിലാളികളും പണിമുടക്കി. അവസാനം ഗവൺമെന്റ് ഇടപെട്ടു, തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ കൊടുക്കാന്ന് പറഞ്ഞു. സമരം തീർപ്പായി. യൂണിയൻ രജിസ്ട്രേഷൻ കൊടുത്തു. പക്ഷേ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരായ തൊഴിലാളികളെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുക. അപ്പൊ അതിനെതിരായി വീണ്ടും സമരം നടക്കുകയാണ്. ഇതാണ് കേരളത്തിന് വെളിയിലൊക്കെയുള്ള ഒരു അനുഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞത്. ഇന്ത്യയിൽ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് നിരവധി നിയമങ്ങളുണ്ട്. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട്, തൊഴിലാളി സംഘടന രൂപീകരിക്കാനുള്ള അവകാശം, അതാണ് ആ നിയമം. ഒരു കമ്പനിയിൽ, ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളിൽ 7 പേർ ചേർന്ന് ഒരു യൂണിയൻ രൂപീകരിക്കാൻ തീരുമാനിച്ച് അതിനൊരു ബൈലോ തയ്യാറാക്കി പേരൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്താൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നാണ് നിയമം. അങ്ങനൊരു നിയമമാണ്. ഒരു സ്ഥാപനത്തിൽ തൊഴിലാളിയും മാനേജ്മെന്റും തമ്മിൽ തർക്കം ഉണ്ടായാൽ ആ തർക്കം പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് വ്യവസ്ഥ ചെയ്ത നിയമമുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, വ്യവസായ തർക്ക നിയമം. അതനുസരിച്ച് തൊഴിലാളികൾക്ക് യൂണിയന് നോട്ടീസ് കൊടുക്കാം, മാനേജ്മെന്റുമായി ചർച്ച ചെയ്യാം, ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ചർച്ച നടത്താം, സമരത്തിന് നോട്ടീസ് കൊടുക്കാം. ഒരു കമ്പനി തൊഴിലാളികൾക്ക് 14 ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുത്ത് പണിമുടക്ക് സമരം നടത്താൻ അവകാശമുണ്ട്. നിയമത്തിൽ അവകാശമാണ്. പ്രശ്നം പരിഹരിക്കുന്നെങ്കിൽ പണിമുടക്കാൻ. പിന്നെയോ ESI ആക്ട്, അവർക്ക് ഇൻഷുർ ചെയ്യാനുള്ള നിയമം തൊഴിലാളികൾക്ക്. പ്രോവിഡന്റ് ഫണ്ട് ആക്ട്, പ്രോവിഡന്റ് ഫണ്ട് എന്നാണ് നിക്ഷേപമാണ്. ബോണസ് ആക്ട്, തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാനുള്ള നിയമമുണ്ട്. അപ്രന്റീസ് ആക്ട്, കമ്പനിയിൽ അപ്രന്റീസുമാരെ എങ്ങനെ നിയമിക്കുന്ന വ്യവസ്ഥയെന്ന നിയമമാണ്. ഇങ്ങനെ നാനാവിധ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. ഇതൊക്കെ തൊഴിലാളികളുടെ സമരത്തിലൂടെ അവർ നേടിയെടുത്തതാണ്. 29 തൊഴിൽ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് 4 പുതിയ നിയമങ്ങൾക്ക് രൂപം കൊടുത്തു. അതിന് 4 നിയമങ്ങൾക്ക് ലേബർ കോഡ് എന്നാ പറയാ. ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ നിയമം തന്നെ. കോഡ് ഓൺ വേജ്, തൊഴിലാളികളുടെ കൂലി സംബന്ധമായ വ്യവസ്ഥകൾ അടങ്ങുന്ന ഒരു നിയമം.
കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. ഇങ്ങനെ 4 കോഡുകളുണ്ട്. ഈ ലേബർ കോഡുകൾ 2018 പാർലമെന്റിൽ വന്നത്. പാർലമെന്റിൽ വന്ന് വിവിധ ചർച്ചകൾ നടത്തിയത് പാസ്സാകുന്നത് 2019. ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ അതിന് ശക്തിയായിട്ട് എതിർത്തു. നിലവിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാവും, ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് പ്രയാസം ഉണ്ടാവും, മുതലാളിമാർക്ക് കൂടുതൽ അവകാശങ്ങളുണ്ട്, തൊഴിലാളികളുടെ പ്രസ്ഥാനം ദുർബലമാവും. ഇതൊക്കെയാണ് നിയമങ്ങളുടെ പ്രത്യാഘാതം. ഈ ബില്ല് അന്തിമമായി പാസ്സാകുന്ന ഘട്ടത്തിൽ വരുന്ന സമയത്ത് 2019 അന്ന് ഞാൻ പാർലമെന്റിലുണ്ട്, ചർച്ചയിലൊക്കെ പങ്കെടുത്തിരുന്നു. എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്നതിനായി സമരം പ്രഖ്യാപിച്ചു, BMS ഒഴികെ. ആദ്യം പാർലമെന്റ് പാസ്സാക്കുന്നത് കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന വേതന സംബന്ധമായ നിയമമാണ്. പണ്ട് മിനിമം വേജസ് ആക്ട്, അപ്രന്റീസ്ഷിപ്പ് ആക്ട്, ഇങ്ങനെ നിരവധി നിയമങ്ങളിലെല്ലാം കൂടി ചേർത്താണ് ഈ നിയമം ഉണ്ടാക്കുന്നത്. ഞങ്ങളതിനെ ശക്തിയായി എതിർത്തു. ലോകസഭയിൽ വോട്ടെടുപ്പില്ലാതെ ശബ്ദ വോട്ടോടുകൂടി നിയമം പാസാക്കി. ലോകസഭയിൽ പ്രതിപക്ഷം ദുർബലമായിരുന്നു. കോൺഗ്രസ് ആ നിയമത്തെ എതിർത്തില്ല. ആകെ എതിർക്കാൻ ഇടതുപക്ഷേ ഉണ്ടായിരുന്നുള്ളൂ. ഇടതുപക്ഷത്തിന് ലോകസഭയിൽ 3 ആളാണ് ഉള്ളത്. 542 ലോകസഭയിലെ മൊത്തം എണ്ണം. 300 ആള് 250 ആളൊക്കെ സാധാരണ ഹാജരുണ്ടാവും. അതിലൊരു 3 ആള് എഴുന്നേറ്റ് നിന്ന സ്പീക്കർ ആ ഭാഗത്തേക്ക് നോക്കൂല. ഒരാൾ എഴുന്നേറ്റ് നിന്ന് വോട്ടെടുപ്പ് പോകണമെന്ന് പറഞ്ഞാൽ പോലും വോട്ടെടുപ്പ് അനുവദിക്കണമെന്നാണ് ചട്ടം. അനുവദിച്ചില്ല. അപ്പൊ എന്താ റെക്കോർഡിൽ വരിക? ഏകകണ്ഠമായി പാസാക്കിയെന്ന്. രാജ്യസഭയിൽ വന്നു. രാജ്യസഭയിൽ മൊത്തം എണ്ണം 250. അപ്പൊ അത് ചെറിയ സഭയാണ്, വലിയ സഭയല്ല. അവിടെ ഒരു 50 ആളുണ്ടെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ അതിനൊരു പ്രതിഫലനം വരും. അന്ന് ഞങ്ങൾ CPIM 5 പേരുണ്ടായിരുന്നു. CPIയുടെ ഒരാളുണ്ടായിരുന്നു. LDF ആകെ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ഭേദഗതികൾ കൊടുത്തു, ഒക്കെ വോട്ടിലിടിച്ച്. ബില്ല് പാസ്സാകുന്ന ഘട്ടം വന്നപ്പോൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പിൽ തൊഴിലാളികളുടെ അവകാശം തകർക്കുന്ന ആ പിന്തിരിപ്പൻ നിയമത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്തു കോൺഗ്രസ്. എതിർക്കാൻ ഇടതുപക്ഷവും DMKയിലെ ഒരു മെമ്പറെ അപ്പൊ സഭയിലുണ്ട്, ബാക്കിയുള്ളതൊക്കെ പുറത്താണ്. സമാജ്വാദി പാർട്ടിയിലെ ഒരാളും, LDFിലെ കേരളത്തിൽ നിന്നുള്ള 7 പേരും 9 വോട്ടാണ് ആ നിയമത്തിനെതിരായി കിട്ടിയത്. എങ്കിലും അതെങ്കിലും രേഖപ്പെടുത്തി. കോൺഗ്രസിന്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? INDC ഉൾപ്പെടെ ദേശീയ ട്രേഡ് യൂണിയനെല്ലാം എതിർത്ത് ദേശീയ പണിമുടക്ക് നടത്തിയിട്ടില്ല. എന്നിട്ട് കോൺഗ്രസ് ചെയ്തതാ. പിന്നെ ബാക്കിയുള്ള കോഡുകൾ 3 എണ്ണം ഉണ്ട്. അത് പാർലമെന്റിൽ വരുന്ന ദിവസം ഞങ്ങൾ പാർലമെന്റ് ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു. 3 വിവാദമായ കർഷക നിയമങ്ങൾ വന്നില്ലേ? കർഷകർ വലിയ സമരം നടത്തുകയായിരുന്നു. ഡൽഹി അതിർത്തിയിലും ഹരിയാന അതിർത്തിയിലും ആയിരക്കണക്കായ കൃഷിക്കാർ ഒത്തുചേർത്ത് സമരം നടത്തുക, ആ നിയമങ്ങൾ പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ വിശദാംശമൊന്നും പറയാൻ നിർത്തിയില്ല. ഞങ്ങൾ പാർലമെന്റിൽ കർഷക സമരത്തോട് അനുഭാവം രേഖപ്പെടുത്തി ആ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ദിവസം ഞങ്ങൾ എതിർത്താലും പാസ്സാക്കും. കാരണം പ്രതിപക്ഷം എണ്ണം കുറവല്ലേ. ലോകസഭയിൽ ഒരു ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവസാനിച്ചു. രാജ്യസഭയിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു. ആ ബില്ലിന്റെ കോപ്പികൾ വലിച്ചു കീറി സഭയിൽ എറിഞ്ഞ് ചെയ്യാവുന്നതിന്റെ പരമാവധി പ്രതിഷേധം ഉണ്ടാക്കി. ഞങ്ങൾ 14 പേരെ സസ്പെൻഡ് ചെയ്തു. രാജ്യസഭാ ചെയർമാൻ സസ്പെൻഡ് ചെയ്താൽ പിന്നെ സഭയിൽ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പുറത്തിറങ്ങി മഹാത്മജിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹം ആരംഭിച്ചു. പിറ്റേന്നാണ് ഈ ലേബർ കോഡ് 3 എണ്ണം വരുന്നത്. ഞങ്ങൾക്ക് സഭയെ കയറാൻ നിവൃത്തിയില്ല. കയറിയാലും പ്രതിഷേധം രേഖപ്പെടുത്താനേ പറ്റൂ, എണ്ണമില്ല. ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ 17 പാർട്ടികൾ, ചെറിയ പാർട്ടികൾ തൊട്ട് കോൺഗ്രസ് വരെ എല്ലാവരും ചേർന്ന് ഒരു കത്ത് തയ്യാറാക്കി. രാവിലെ യോഗം ചേർന്ന് രാവിലെ 9:30 മണിക്ക് പ്രതിപക്ഷ പാർട്ടികൾ MLA MP-മാരെ സസ്പെൻഡ് ചെയ്ത് പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ കർഷക തൊഴിലാളി ബില്ല്, സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കരുത്, ഒന്ന് മാറ്റിവെക്കണം.
ഒരു പുല്ല് വില വെച്ചില്ല ചെയർമാൻ. ഞങ്ങളുടെ അഭാവത്തിൽ അവരത് പാസ്സാക്കിയെടുക്കും. പക്ഷേ അതിനെതിരായി രാജ്യവ്യാപകമായി തൊഴിലാളി ഉയർത്തിയ പ്രതിഷേധത്തിന്റെ മുമ്പിൽ 2019 കഴിഞ്ഞ് 2025 ഇതുവരെ അത് നടപ്പാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. അവർ ശങ്കിച്ചു നിന്നു. പാർലമെന്റും നിയമസഭയും ഒരു ബില്ല് പാസ്സാക്കിയാൽ അതിന് ആക്ട് എന്ന് പറയും. ആ നിയമം നടപ്പാക്കണമെങ്കിൽ അതിന് ചട്ടങ്ങൾ വേണം, റൂൾസ് വേണം. തൊഴിൽ എന്ന് പറയുന്ന വിഷയം കേന്ദ്രത്തിനും സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള വിഷയ, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയ. അപ്പൊ സ്റ്റേറ്റിന് റൂൾസ് ഉണ്ടാക്കാം, കേന്ദ്രത്തിന് റൂൾസ് ഉണ്ടാക്കാം. കേന്ദ്രത്തിന്റെ നിയമത്തിനെതിരായ റൂൾസ് ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരമില്ലെന്നേ ഉള്ളൂ. റൂൾസ് ഫ്രെയിം ചെയ്ത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല, വിജ്ഞാപനം ഇറക്കിയിട്ടില്ല കേന്ദ്രം. എന്തുകൊണ്ട്? തൊഴിലാളി സംഘടനകളുടെ എതിർപ്പുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ഗവൺമെന്റ് പതുക്കെ പതുക്കെ ഇത് നടപ്പാക്കാനുള്ള ആലോചനയിലാണ്. ലേബർ കോഡ് നടപ്പാക്കാൻ. പിന്നെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ എളുപ്പമല്ല, പണിമുടക്ക് സമരം നടത്താൻ പറ്റില്ല, തൊഴിലാളികളുടെ മിനിമം വേതനം എന്ന തത്വം ഇല്ലാണ്ടാവും, എല്ലാ തൊഴിലവകാശങ്ങളും ഇല്ലാതാവും. ഇതൊക്കെ മുതലാളിമാർക്ക് വേണ്ടിയാണ്. എന്താ മുതലാളിമാരുടെ വാദം? ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ഉണ്ട് ഇന്ത്യയിൽ, L&T എന്ന് നിങ്ങൾ കാണാൻ എംബ്ലം. അതിന്റെ മുതലാളി പരസ്യമായി പറയാ, തൊഴിലാളികൾ ഒരാഴ്ച 80 മണിക്കൂർ ജോലി ചെയ്യണം. ഞായറാഴ്ച നിങ്ങൾ ജോലി ചെയ്യാതെ വീട്ടിൽ പോയിരുന്നിട്ട് ഭാര്യയുടെ മുഖത്തേക്കൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യം? വന്ന് പണിയെടുത്തോടെ. ഒരാൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുക എന്ന മുദ്രാവാക്യം ലോകത്ത് തൊഴിലാളികൾ ഉയർത്തിയത് 1885-ലാണ്. ഒരു ദിവസം 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഒരു കാലത്ത് മനുഷ്യർക്കുണ്ടായിരുന്നു. അടിമകളെ കൊണ്ട് ജോലി ചെയ്യിച്ചത് അങ്ങനെ. അമേരിക്കയിലെ തോട്ടങ്ങളിലും ഖനികളിലുമൊക്കെ ആഫ്രിക്കൻ വംശജരായ കറുത്ത മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് കെണി വെച്ച് പിടിച്ചിട്ടാണ് കപ്പലിൽ കയറ്റി കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരു തൊഴിലാളിയുടെ ശരാശരി ആയുസ് 18 വയസ്സാണ്. 12 വയസ്സ് പോലെ അവരെ പണിയെടുപ്പിക്കും. കൊടിയ മർദ്ദനം കൊണ്ട് അവർ മരിച്ചു പോകും. ഒരു പ്രശ്നവുമില്ല, 10 എണ്ണത്തിന് വേറെ കൊണ്ടുവരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോ തൊഴിൽ ചെയ്യുന്ന മണിക്കൂറുകൾ കുറച്ചൊക്കെ കുറഞ്ഞു വന്നു. ഈ കഠിനമായ പ്രവൃത്തി കൊണ്ട് തൊഴിലാളികളുടെ ആരോഗ്യം തകരുന്നു, ജീവിതം തകരുന്നു. ഈ അവസ്ഥയിലാണ് തൊഴിലാളികൾ സംഘടിക്കാനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ തുടങ്ങിയത്. 1848 മഹാന്മാരായ 2 തൊഴിലാളി വർഗ സൈദ്ധാന്തികർ, കാറൽ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ് എന്ന് പറയുന്ന 2 മഹാന്മാർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പേരിലുള്ള ഒരു പ്രഖ്യാപനം ലോകത്തിലെ തൊഴിലാളികളോട് നടത്തി. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് ചങ്ങലകൾ മാത്രമാണ്, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. എന്താണ് ആധുനിക മുതലാളിത്തം എന്ന് വിശദീകരിക്കുന്ന ഇന്നും പ്രസക്തമായ, ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അധ്വാനിക്കുന്ന വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചും കേട്ടും തൊഴിലാളികൾ ആവേശഭരിതരായി. അങ്ങനെയാണ് 1885 ചിക്കാഗോയിലെ തൊഴിലാളികൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നിങ്ങനെ വ്യവസ്ഥ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വലിയൊരു ജാഥ നടത്തി. ആ ജാഥയ്ക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി. കുറെ ആളുകൾ വെടിയേറ്റ് മരിച്ചു. ആ മരിച്ചവരുടെ രക്തത്തിൽ മുക്കിയ വെളുത്ത കൊടികളായിരുന്നു തൊഴിലാളികൾ പിടിച്ചത്. ആ രക്തത്തിൽ മുക്കിയ ചുവന്ന നിറമാർന്ന കൊടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളികൾ ആ സമരത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചു. ആ ദിവസമാണ് മെയ് 1, മെയ് ദിനമായി ലോകത്തിലെ തൊഴിലാളികൾ ഇപ്പോഴും വലിയ സമ്മേളനങ്ങളും പ്രകടനങ്ങളൊക്കെ നടത്തി ആചരിക്കുന്നത്. ആ സമരത്തിന്റെയും തുടർന്നു വന്ന സമരങ്ങളുടെയും ഫലമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ILO ഒരു സർക്കാർ സംവിധാനം. ആ ILO അംഗീകരിച്ച തത്വമാണ്, ILO കൺവെൻഷൻ എന്ന് പറയും. ILO അംഗീകരിക്കുന്ന പ്രമാണമാണ് 8 മണിക്കൂർ ജോലി. ഒരു ദിവസത്തെ കൂലി കിട്ടാൻ 8 മണിക്കൂർ ജോലി. 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിൽ 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് ആളി തിരിച്ചു പോന്നാൽ
ഫാക്ടറി നടക്കുക. അപ്പൊ 3 ഷിഫ്റ്റ് 8 3 ഘട്ടങ്ങളിലായി തൊഴിലാളികൾ വരിക. ഒരു കൂട്ടര് രാവിലെ 8 മുതൽ 4 മണി വരെ, പിന്നെ അങ്ങോട്ട് 8 മണിക്കൂർ വേറൊരു കൂട്ടർ, ഇങ്ങനെ പണിയെടുക്കുക. അപ്പോൾ 8 മണിക്കൂർ, ആദ്യത്തെ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന 10 പേര് ഒഴിഞ്ഞു പോരുമ്പോൾ പുതിയ 10 പേര് ജോലിക്ക് കയറണമല്ലോ. അതിൽ ഒരാൾ വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോ ഒരാൾ, ഇതിലുള്ള ഒരാൾ ജോലി തുടരുക. അങ്ങനെ തുടർന്നാൽ 8 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുന്ന ജോലിക്ക് ഇരട്ടി വേതനം. ആദ്യത്തെ ജോലിക്ക് 1 മണിക്കൂറിന് 10 രൂപയാണ് കൂലിയെങ്കിൽ ഓവർ ടൈം ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് 20 രൂപ കൂലി. ആന്തര ഇയാൾ കൂടുതൽ സമയം അയാളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയാണ് ആ കമ്പനിക്ക് വേണ്ടി. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ വന്നു. ഈ അടിസ്ഥാനത്തിലുള്ള ഈ തത്വങ്ങളെയാണ് ഇന്ന് മോദി സർക്കാർ തകർക്കുന്നത്. തൊഴിലാളികൾക്ക് സംഘടന രൂപീകരിക്കാനുള്ള അവകാശം, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത് സംബന്ധിച്ച നിയമം, പുരുഷൻ ജോലി ചെയ്തതേ സ്ത്രീകൾ ജോലി ചെയ്താൽ പുരുഷന് കൊടുക്കുന്ന കൂലി സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നില്ല പണ്ട്. കുറഞ്ഞ കൂലി കൊടുക്കും. സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന നിയമം, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ലോകത്ത് നിലവിലുണ്ടായി. ഇതെല്ലാം തകർക്കുകയാണ് മോദി സർക്കാർ. ആ നയത്തിനെതിരായിട്ടാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ മെയ് 20 ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളെയും കണ്ട് ഈ വസ്തുതകൾ അവരെ ബോധ്യപ്പെടുത്തി മെയ് 20 ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പണിമുടക്കേണ്ട ദിവസമാക്കി മാറ്റാൻ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം. രാജ്യത്തിന്റെ സമ്പത്താണ് പൊതുമേഖല. ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കോടാനുകോടി രൂപ നിക്ഷേപിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ കമ്പനികൾ. അതൊക്കെ ചൂട് വിലക്ക് അദാനിക്കും അംബാനിക്കും വിൽക്കുകയാണ് മോദി ഗവൺമെന്റ്. ഇന്ന് എല്ലാ മേഖലയിലും സ്വകാര്യ മുതലാളിമാർ പിടിമുറുക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ. വൈദ്യുതി ഉൽപാദന രംഗത്ത് നോൺ കൺവെൻഷനൽ എനർജി എന്ന് പറയുന്ന കാറ്റിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതികളുണ്ടല്ലോ, സോളാർ പവർ, വിൻഡ് പവർ എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഉൽപാദനത്തിന്റെ 60% അദാനി കമ്പനിയാണ് നിർവഹിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിടത്ത് നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ. വീടുകളിലേക്കും കടകളിലേക്കൊക്കെ വയർ കമ്പി വലിച്ച് കണക്ഷൻ കൊടുക്കുന്നത്. അതിനു മുമ്പ് വലിയ ടവറുകൾ വെച്ച് വൈദ്യുതി പ്രവഹിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനുകൾ, അതിന്റെ പകുതി അദാനി കൈയടക്കിയിരിക്കുക. കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതികൾ, തെർമൽ പവർ സ്റ്റേഷനുകൾ 40% സ്വകാര്യ കമ്പനികളാണ്. ഇനി വൈദ്യുതി വിതരണമാണ് ഇനി സ്വകാര്യവൽക്കരിക്കാനുള്ളത്. അതിനും കേന്ദ്രം ഒരു പദ്ധതി തയ്യാറാക്കി. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി വിതരണം കൊടുക്കാം. കേരളത്തിൽ മാത്രമേ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ വൈദ്യുതി തൊഴിലാളികൾ സമരം ചെയ്തു, ഇത് നടപ്പാക്കാൻ പാടില്ല. കേരളത്തിലെ LDF ഗവൺമെന്റ് തീരുമാനിച്ചു, സ്വകാര്യ മുതലാളിമാർക്ക് വൈദ്യുതി വിതരണം കൈമാറാൻ സാധ്യമല്ല കേരളം. നാം മറ്റുള്ളിടത്ത് ചിലയിടത്തൊക്കെ നടക്കുന്നുണ്ട്. പലയിടത്തും തൊഴിലാളികളുടെ വലിയ സമരം നടക്കുകയാണ്. ചണ്ഡീഗഡിൽ വലിയ സമരമാണ്, ഉത്തർപ്രദേശിൽ സമരം ചെയ്തു, ഹരിയാനയിൽ സമരം ചെയ്തു, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, പോണ്ടിച്ചേരി, ഇവിടെയൊക്കെ തൊഴിലാളികൾ സമരം ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഇത് സ്വകാര്യ മുതലാളിമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 10 തുറമുഖങ്ങളാണ് അദാനി ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള കടൽ തീരങ്ങളിൽ ഓരോ 500 കിലോമീറ്റർ വിട്ട് അദാനിക്ക് തുറമുഖങ്ങളുണ്ട്. ടെലികോം മേഖല, ടെലിഫോൺ, പണ്ടിപ്പോ ലാൻഡ് ഫോൺ ആയിരുന്നു, ഇപ്പൊ എല്ലാം മൊബൈൽ ഫോൺ ആയല്ലോ. BSNL ആയിരുന്നു നമ്മുടെ പൊതുമേഖലയിലെ ഏറ്റവും പ്രമുഖ ടെലിഫോൺ കമ്പനി. ഇന്ന് ജിയോ ആ സ്ഥാനം ഏറ്റെടുത്തു. എയർടെൽ എന്ന് പറയുന്ന വേറെ കമ്പനി, ബിർളയുടേതാണ് ഐഡിയ. വോഡഫോൺ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കമ്പനിയാണ്. അന്താരാഷ്ട്ര കമ്പനിയായ വോഡഫോണും ബിർളയുടെ ഐഡിയയും കൂടി ചേർന്നതാണ് വി എന്ന് പറയുന്ന കമ്പനി, വോഡഫോൺ ഐഡിയ. ഈ 3 കൂട്ടരും ചേർന്നാൽ BSNL കവച്ചു വെച്ചു. BSNL ദുർബലമായിക്കൊണ്ടിരിക്കുക. BSNL ഇപ്പോഴും 3G
4G കടന്നിട്ടില്ല. അപ്പോൾ മറ്റൊരു 5th ജനറേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് മെസ്സേജ് സന്ദേശങ്ങൾക്ക് നൽകാൻ ഫോൺ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ BSNL കണക്ഷൻ ആണെങ്കിൽ റിങ് ചെയ്താൽ കിട്ടുന്നില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിട്ട് ജീവെടുക്കറ എന്ന് ഉടനെ അടുത്തുള്ള ആൾ പറയും. പൊതുമേഖലയാണ് തകർക്കുന്നത്, രാജ്യത്തിന്റെ സ്ഥാപനത്തെയാണ് തകർക്കുന്നത് ഈ സ്വകാര്യ മുതലാളിത്തം. തുറമുഖങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യ മുതലാളിമാർ തീവണ്ടി ഓടിക്കുന്നു, അതിനുള്ള അനുവാദം കൊടുത്തു. സ്വകാര്യ മുതലാളിമാർ ട്രെയിൻ ഓടിക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ ചുരുങ്ങിയ നിരക്കിന് യാത്ര, ചരക്ക് കടത്തിലൊന്നും നടക്കില്ല. റേഷൻ സാധനങ്ങൾ FCI ഗോഡൌണിലേക്ക് എത്തിക്കുന്ന റെയിൽവേ വഴിയാണ്. ബൾക്കായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് റേഷൻ കടയിൽ വിതരണം ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ നിരക്ക് കൂടിയാൽ നമ്മൾ വാങ്ങുന്ന റേഷൻ അരിയുടെ വില കൂടും. അതൊന്നും മോദിക്ക് ഒരു പ്രശ്നമല്ല. എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിച്ച് ശക്തി കൊടുക്കുക. പൊതുമേഖലാ കമ്പനികൾ സ്വകാര്യവൽക്കരണം നടത്താത്ത ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ളത് കേരളം മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ, പത്രക്കടലാസ് ഉണ്ടാക്കുന്ന കമ്പനി. അതിന്റെ ഒരു യൂണിറ്റ് കോട്ടയത്തുണ്ടായിരുന്നു, വെള്ളൂർ ന്യൂസ് പ്രിന്റ്. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ എന്ന കമ്പനി വിൽക്കാൻ തീരുമാനിച്ചു ഇന്ത്യ ഗവൺമെന്റ്. കോട്ടയത്തെ കമ്പനി വിൽക്കാൻ അനുവദിക്കില്ല എന്ന് തൊഴിലാളികളും പറഞ്ഞു, കേരള ഗവൺമെന്റ് പറഞ്ഞു. 720 ഏക്കർ കേരളത്തിൽ നിന്ന് അക്വയർ കൊടുത്തതാ, വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ വിറ്റു. കേരളത്തിലെ കമ്പനി കേരള ഗവൺമെന്റിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കേന്ദ്രം നിർബന്ധിതമായി. ഇവിടെ ഇങ്ങനൊരു ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് കോൺഗ്രസോ BJPയോ ആരും ഇത്തരം നയങ്ങൾ എതിർക്കുന്നില്ല. ഒരു ബദൽ നയമുയർത്തി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, LDFന്റെ ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദുർബലമാക്കാനും തകർക്കാനും കുത്തക മുതലാളി വർഗം തക്കം നോക്കി നടക്കുകയാണ്. കിട്ടുന്ന ഏത് സന്ദർഭം ഉപയോഗിച്ചു ഈ സർക്കാരിനെ ദുർബലമാക്കാൻ നടക്കുക. സർക്കാരിനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, സർക്കാരിനെതിരായി അധിക്ഷേപങ്ങൾ പ്രചരിപ്പിക്കുക. ഇതിനെ വളരെ ഗൗരവത്തോടെ തൊഴിലാളികൾ കാണണം. ഈ സംവിധാനം തകർന്നാൽ UPയിലെ പോലെ, ബീഹാറിലെ പോലെ, മധ്യപ്രദേശിലെ പോലെ, ഹരിയാനയിലെ പോലെ തൊഴിലാളികൾക്ക് സംഘടിതമായി മുദ്രാവാക്യം മുഴക്കാനോ അവരുടെ അവകാശങ്ങൾ ചോദിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയാൽ എന്താകും നമ്മുടെ ഭാവി? നിങ്ങൾക്ക് അഭിമാനബോധത്തോടെ നാട്ടിൽ നടക്കാനും മാനം പണയം വെക്കാതെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയതാണ്? നിങ്ങളുടെ സംഘടിത ശക്തി കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ ഒരു പ്രമാണിയും കരിഞ്ഞരുളി തന്നതല്ല. നിങ്ങൾ സംഘടിതമായ പോരാട്ടത്തിലൂടെ നേടിയതാണ്. അതിന്റെ ഉൽപ്പന്നമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ സംവിധാനവും. അതുകൊണ്ട് ഇതിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന മുതലാളി വർഗം, ചൂഷക വർഗം, പിന്തിരിപ്പന്മാർ, അവർ നമ്മളോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടതാണ്. തിരിച്ചു വരാൻ അവരെല്ലാ വഴിയും നോക്കും. ഏത് വഴി കിട്ടിയാലും അത് വെച്ച് നോക്കും. ജാഗ്രതയോടെ ഈ സാഹചര്യത്തെ കാണണം. നിങ്ങൾ നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2014 അധികാരത്തിൽ വന്നു. 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി 21 വീണ്ടും വന്നു. അത് കേരളത്തിലൊരു ചരിത്രമാണ്. അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറി മാറി വരലാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിലൊരു മാറ്റം വന്നു. 16 മുതൽ 21 വരെ കാലത്തെ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ, ഭരണത്തിനുള്ള നടപടികൾ, ഇതെല്ലാം ജനങ്ങളിൽ ഉണ്ടാക്കിയ വലിയ പ്രതീക്ഷയാണ് 21 ഒരിക്കൽ കൂടി ഗവൺമെന്റിന് വീണ്ടും അധികാരത്തിൽ വരാൻ അവസരം കൊടുത്തത്. ഇനി 26 തെരഞ്ഞെടുപ്പ്. പണ്ടൊക്കെ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാലും 5 കൊല്ലമല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടി അല്പം ക്ഷമയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കലായിരുന്നു. അതാദ്യമായി കേരളത്തിൽ അങ്ങ് പൊളിയാണ് 2021. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അത് മാത്രം എളുപ്പമല്ല എന്ന തോന്നൽ അവരുടെ മനസ്സിൽ വരികയാണ്. കാരണം കേരളത്തിലെ ഇന്നത്തെ മുന്നേറ്റം അവരാരും പ്രതീക്ഷിച്ചതല്ല. എല്ലാ രംഗത്തും വലിയ വികസനത്തിന്റെ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ തൊഴിലാളി വർഗത്തിന്റെ കാര്യം പറഞ്ഞു, കർഷകർ നേടിയ നേട്ടം പറഞ്ഞു. ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന
അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന വികസന പദ്ധതികളാണ് കേരളത്തിൽ വരുന്നത്. റോഡുകൾ വികസിക്കുന്നു, നാഷണൽ ഹൈവേ വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, വിദ്യാഭ്യാസ രംഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ, എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിക്കുന്ന കെ ഫോൺ എന്ന പദ്ധതി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം കേരളം വഴി ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന ഏഷ്യാനെറ്റ് കേബിൾ വഴിയാണ്. അതിന്റെ മോഡം വീട്ടിൽ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസത്തിന് തന്നെ കാശടച്ചാൽ കണക്ഷൻ കിട്ടും. അവിടെയാണ് ചുരുങ്ങിയ ചെലവിൽ ഈ കേരള സർക്കാർ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റിന് സഹിക്കുവോ? ജിയോയ്ക്ക് സഹിക്കുവോ? ജിയോയാണ് കേരളത്തിലെ എല്ലാ റോഡുകളിലും കേബിൾ നിക്ഷേപിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന വ്യവസായം, ബിസിനസ് തുടങ്ങാൻ തയ്യാറായി വെക്കുന്നത്. വലിയ കുത്തകയാണ്. അവിടെയാണ് ഈ ഗവൺമെന്റ് ഇടപെടുന്നത്. എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന സിസ്റ്റം വരുമ്പോൾ ആ ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പാവപ്പെട്ടവന്റെ വീടുകൾ പോലും സൗകര്യപ്പെടുന്ന സംവിധാനത്തിലേക്ക് മാറുക. എല്ലാ വീടുകളിലും പാചകവാതകമായി പ്രകൃതിവാതകം ഉപയോഗിക്കാൻ നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി, സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി വ്യാപകമായി നടപ്പാക്കുക. 2016 LDF ഗവൺമെന്റ് വരുമ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോ. വൈദ്യുതി ഇല്ലാത്ത വീടുകളില്ല. പവർ കട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പരിചയമില്ല. 2016 മുതൽ 2024 വരെയുള്ള 8 വർഷക്കാലത്തിന് ഇടയിൽ ജനിച്ച 8 വയസ്സുകാരനെ 8 വയസ്സുകാരിയെ വിളിച്ചിരുത്തി എന്താണ് മോളെ പവർ കട്ട് എന്ന് ചോദിച്ചാൽ കുട്ടിക്കറിയോ? ആ സ്ഥിതി കേരളത്തിലുണ്ടാക്കി. വൈദ്യുതിയുടെ വിതരണ രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ കണക്ഷൻ കിട്ടിയ കാലത്ത് പുസ്തകം വായിക്കാൻ ബൾബിന്റെ പ്രകാശം കൊണ്ട് സാധ്യമായിരുന്നില്ല. ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കോ വേണമായിരുന്നു. വോൾട്ടേജ് കുറവായിരുന്നു. ഇന്ന് ക്വാളിറ്റി പവർ എല്ലാവർക്കും, എല്ലാ വീടുകളിലും 20 യൂണിറ്റ് വരെ സൗജന്യം, ഗാർഹിക ആവശ്യത്തിന് ചുരുങ്ങിയ നിരക്ക്. ഈ നിലയിൽ വൈദ്യുതി വിതരണ രംഗത്ത് ക്രോസ് സബ്സിഡി എന്ന തത്വം കൃത്യമായി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിന്റെ നേട്ടം പാവപ്പെട്ടവർക്ക്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, എല്ലാ മേഖലയിലും കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ. ഇതിലെല്ലാം ഉപരി പത്തനംതിട്ടയിലായാലും കോലഞ്ചേരി ആയാലും അടൂരിലായാലും ഇനി കോട്ടയത്തായാലും എവിടെയായാലും ഈ നാട്ടിൽ ജനിച്ചു വന്ന എല്ലാ മനുഷ്യർക്കും ഏകോദര സഹോദരങ്ങളായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം. ഇവിടെ വർഗീയ കലാപങ്ങളില്ല. വർഗീയ കോമരങ്ങൾ ഒറഞ്ഞു തുള്ളാൻ ശ്രമിച്ചാലും കേരളത്തിൽ പ്രായോഗികമായി നടക്കില്ല. മതനിരപേക്ഷതയുടെ വിളനിലമാണ് ഈ കേരളം. ആ നിലയിലേക്ക് കേരളത്തെ എത്തിച്ചത് കേരളത്തിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ പോരാട്ടമാണ്. കൃഷിക്കാരും തൊഴിലാളികളും ജാതി നോക്കിയിട്ടല്ല സമരത്തിന് പോയത്. കയ്യൂരിൽ തൂക്കിലേറ്റപ്പെട്ട അനശ്വര രക്തസാക്ഷികളിൽ അപ്പു ഉണ്ടായിരുന്നു, അബൂബക്കർ ഉണ്ടായിരുന്നു. ഓരോ സമരത്തിലും അങ്ങനെയാണ്. ആ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഈ കേരളം. ആ സംസ്കാരമാണ് മതസൗഹാർദ്ദം, മതനിരപേക്ഷത തുടങ്ങിയ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർന്നു വന്നതും നിലനിൽക്കുന്നതും. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് സുരക്ഷിതമായി ജീവിക്കാൻ നിർത്തിയുണ്ട്. മണിപ്പൂരിൽ എപ്പോഴാണ് തല പോവാന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന യാതന 1 കൊല്ലത്തിലേറെയായി. സമാധാനമില്ല. കൂട്ടത്തോടെ കൊലപാതകം, സ്ത്രീകളെ വസ്ത്രം അഴിപ്പിച്ച് തെരുവിലൂടെ നടത്തിക്കുക, എന്നിട്ട് മൃഗീയമായി കൊല്ലുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തവണ പോലും ആ സംസ്ഥാനം സന്ദർശിച്ചില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അതാണ്. വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു കൊള്ളുന്ന സാഹചര്യം. പഴയ ഗുജറാത്ത് നമ്മുടെ മുമ്പിലുണ്ട്. കേരളം അതിന് വ്യത്യസ്തമല്ലേ? എല്ലാ രംഗത്തും വ്യത്യസ്തം. ആ കേരളത്തെ മാതൃകയാക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കേരള മോഡൽ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ പിന്നെ ഈ മോഡലേ വേണ്ട എന്ന നിലയിലാണ് പിന്തിരിപ്പന്മാരുടെ ആലോചന. ഇവിടെ സ്വകാര്യവൽക്കരണം അനുവദിക്കുന്നില്ല, ഇവിടെ വർഗീയ കലകളെ അനുവദിക്കുന്നില്ല, ഇവിടെ ജനങ്ങൾക്ക് എല്ലാ ആശ്വാസവും നൽകുന്നു. ഇന്ത്യ ഗവൺമെന്റിനെ പോലെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നില്ല. അപ്പൊ ഈ സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തി
തകർക്കുക. ഏതായാലും കിട്ടിയാലും ഗവൺമെന്റായി ഉപയോഗിക്കുക. സർക്കാരിന് തരേണ്ട സാമ്പത്തിക വിഹിതങ്ങൾ കൃത്യമായി തരാതിരിക്കുക. ഇന്ത്യ ഗവൺമെന്റ് പിരിക്കുന്ന നികുതി സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകണമെന്ന് ഭരണഘടനാ വ്യവസ്ഥയാണ്. മോഡിയുടെ ഔദാര്യമല്ല, ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥയാണ്. അത് വീതം വെക്കാനാണ് ഫിനാൻസ് കമ്മീഷനെ വെക്കുന്നത്. ഇതിനു മുമ്പുള്ള ഫിനാൻസ് കമ്മീഷൻ നമുക്ക് 3.9% വിഹിതം നമുക്ക് അനുവദിച്ചു. 100 രൂപ വീതിക്കുന്നുണ്ടെങ്കിൽ 3 രൂപ 90 പൈസ കേരളത്തിൽ. ഇപ്പോഴത്തെ കമ്മീഷൻ അനുവദിച്ചത് 1.9%, 1 രൂപ 90 പൈസ തോതിൽ. എങ്ങനെ നമ്മൾ ഈ പ്രവർത്തനം നടത്തും? വികസന പ്രവർത്തനം നടത്തും? നമ്മൾ ഈ നടത്തുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കെല്ലാം വലിയ ചെലവില്ലേ? സർക്കാർ ആശുപത്രിയിൽ മരുന്ന് എത്തിക്കണ്ടേ? ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ശമ്പളം കൊടുക്കണ്ടേ? എല്ലാ വിദ്യാലയങ്ങളിലും പുസ്തകം കൊടുക്കണം, പാഠപുസ്തകം കൊടുക്കണം, യൂണിഫോം കൊടുക്കണം, അധ്യാപകർക്ക് ശമ്പളം, സ്കൂൾ മാനേജ് ചെയ്യണ്ടേ? പൊതുവിതരണശാലകളിൽ സാധനങ്ങൾ എത്തിക്കണ്ടേ? സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൊടുക്കണ്ടേ? കൃത്യമായി കൊടുക്കണ്ടേ? ഇതിനൊക്കെ ആവശ്യമായി വരുന്ന പണം കേരളത്തിലെ വരുമാനം കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് ആർക്കാണ് അറിഞ്ഞുള്ളത്? കേന്ദ്രം പിരിക്കുന്ന നികുതി ഇന്ത്യ മുഴുവൻ പിരിക്കുന്ന നികുതിയാണ്. സെൻട്രൽ എക്സൈസ് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയാണ് കേന്ദ്രം പിരിച്ചെടുക്കുന്നത്. ആ വിഹിതം നമുക്ക് കിട്ടേണ്ടത് കുറച്ച് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം. ശിക്ഷിക്കുകയാണ് നമ്മുടെ വികസനത്തിന്റെ പേരിൽ, കേരളം നേടിയ നേട്ടങ്ങളുടെ പേരിൽ നമ്മൾ ശിക്ഷിക്കുക. ഇതിനെതിർക്കാൻ കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസ് ഒരു അക്ഷരം പറയുന്നുണ്ടോ? അന്യായമായ ഈ വിവേചനത്തെ തടയാൻ കോൺഗ്രസ് ഇടപെടുന്നില്ല. അവർക്ക് ഈ നാടിനോട് സ്നേഹമില്ല. കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഗൗരവമായി എടുക്കാൻ പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് സാധിക്കണ്ടേ? അവർ അവരെടുക്കുന്നില്ല. RSS BJP പോട്ടെ, അവര് പിന്നെ കേന്ദ്രത്തിന്റെ പാർട്ടി എന്ന നിലയിൽ അതിന്റെ കൂടെ നിൽക്കുന്നവരാ. കോൺഗ്രസ് പ്രതിപക്ഷത്തല്ലേ, എന്നിട്ട് പോലും ചെയ്യുന്നില്ലേ? ഇത് തന്നെയാണ് ഏത് വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും അത് ഉപയോഗിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ താറടിക്കാൻ ശ്രമിക്കുക. തൊഴിലാളി പ്രശ്നങ്ങൾ ഇത്രയും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്ന LDF, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് LDF ഗവൺമെന്റിനെതിരായി, LDFിനെതിരായി ഇവിടെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ തൊഴിലാളി സമരത്തെ കാണാത്തത് എന്താ? നമ്മളെ സമരം പഠിപ്പിക്കുകയാണ് അവർ. തൊഴിലാളി സമരം അവിടെ SUCI എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശാപ്രവർത്തകർ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു സമരം നടക്കുന്നു. ഏതെങ്കിലും മീഡിയ മാധ്യമം ഇപ്പൊ അവിടെ വന്നവരും അക്കാര്യം ഞാൻ വിശദീകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നാക്കുപഴവ് വരുന്നുണ്ടോ നോക്കാനാ വന്നിരിക്കുന്നത്, അല്ലാതെ പറയുന്നത് സത്യസന്ധമായി നാട്ടുകാരെ കേൾപ്പിക്കാനല്ല. ഇവരാരെങ്കിലും ആ സമരം സംബന്ധിച്ച് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം, ആശാ സമരം, ഇങ്ങനെയാണ് അവരെ അവതരിപ്പിക്കുക. കേരളത്തിൽ 26,300 ചില്ലാനം ആശാ വർക്കേഴ്സ് ഉണ്ട് ടോട്ടൽ. പേർ 14 ജില്ലകളിലായി ജോലി ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. 26,125 ആശാ വർക്കേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രഭാവതി ഉണ്ട്. ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതാവ് ഇവിടെ ഉണ്ട്. ഈ 26,125 പേരിൽ ഇന്നലെ ജോലിക്ക് ഹാജരാകാത്തവർ 324 പേരാണ്. 324 പേർ കേരളത്തിൽ ഇന്നലെ ജോലിക്ക് ഹാജരാവാത്ത, ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് ഹാജരായിട്ടുണ്ട്. ഈ 324 പേരിൽ ഏതാനും പേരാണ് തിരുവനന്തപുരത്ത് സമരത്തിലുള്ളത്. സത്യസന്ധമായിട്ടാണ് വാർത്തകൾ പറയുന്നതെങ്കിൽ, എഴുതുന്നതെങ്കിൽ ഒരു വിഭാഗം ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറയണ്ടേ? ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറഞ്ഞാൽ എല്ലാ ആശാ വർക്കേഴ്സും ഈ സമരത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കലല്ലേ ഇങ്ങനെ വാർത്തയിൽ വായിക്കുകയും പറയുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം? അത് സത്യസന്ധമല്ലല്ലോ, തെറ്റിദ്ധാരണ സൃഷ്ടിക്കലല്ലേ, ബോധപൂർവം. ഇതാരെ സഹായിക്കാൻ വേണ്ടിയാ? ആശാ വർക്കേഴ്സിനെ സഹായിക്കാനാണ്. ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ തൊഴിലാളികൾ നടത്തുന്ന ഏതെങ്കിലും സമരത്തോട്
നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം എടുക്കുന്ന നിലപാടെന്താ? 2 വർഷം മുമ്പ് കഴിഞ്ഞ ദേശീയ പണിമുടക്ക് ഓർമ്മയില്ലേ? 2 വർഷം മുമ്പ് ദേശീയ പണിമുടക്കാണെന്ന്. ആ ദേശീയ പണിമുടക്ക് ദിവസം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വണ്ടിയെടുത്ത് സമരക്കാരെ പരിഹസിച്ചു. അതിന്റെ ഭാഗമായി അവിടെ ചില കശപിശകൾ ഉണ്ടായി. ആ സംഭവത്തെ ആസ്പദമാക്കി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യ മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളം മുഴുവൻ പണിമുടക്കി സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ ആസ്പദമാക്കി ആ സമരത്തെ അധിക്ഷേപിക്കാൻ, ആ വസ്തുത പറയാൻ ആർക്കും അവകാശമുണ്ട്. ഇനി ഒറ്റപ്പെട്ടതായാലും അയാൾക്ക് ജോലിക്ക് പോകാനും സമരത്തെ വെല്ലുവിളിക്കാനും സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ പറയാനും അവകാശമുണ്ട്. അതിനൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ വളരെ പരിഹാസ്യമായ നിലയിൽ, അധിക്ഷേപാർഹമായ നിലയിൽ ആകെ ഈ സമരം അന്ന് ജോലിക്ക് പോയ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജോലിക്കുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. ഞാനത് അവിടെ സെക്രട്ടറി രാജ്ഭവന്റെ മുമ്പിൽ തൊഴിലാളികളുടെ വലിയ സമ്മേളനം കൂടിയിരുന്നു, പ്രകടനമായി വന്നു സമരം സമ്മേളനത്തിൽ ഞാൻ ആ പ്രശ്നത്തെ പരാമർശിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചു. ഇങ്ങനെ വരുന്ന വ്യക്തിപരമായ ഒരു പരാതിയാണ് ഒരു സമരത്തിൽ വരുന്ന മുഖ്യ പ്രശ്നം. ഇതൊക്കെ സാധാരണ ഉണ്ടാവുന്നതല്ലേ, പൊതുവിലല്ലേ നമ്മൾ കാണേണ്ടത്. നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി ഒരു ചക്ക പ്ലാവിൽ നിന്ന് വെട്ടിയെടുത്ത് അത് പഴുത്തതിന് ശേഷം അതിലെ ചക്ക ചൊള തിന്നണമെന്ന് വിചാരിക്കാൻ ഒരു കൊടുവാട് വെച്ച് അതിനെ വെട്ടിമുറിക്കണ്ടേ? വെട്ടിമുറിക്കുമ്പോൾ ഒരു കുരുവെങ്കിലും മുറിയാതെ ഏതെങ്കിലും ചക്ക മുറിക്കാൻ പറ്റും? സ്വാഭാവികമല്ലേ? എന്തൊരു ക്രൂരൻ, മനുഷ്യത്വമില്ലാതെ ആ കുരു വെട്ടിമുറിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാൽ എന്താ ഇന്ന് ന്യായം? അതുപോലെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട 1-2 പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതാണോ വലിയ കാര്യം എന്ന് ചോദിച്ചതിന് എന്നെ കണക്കിന് കളിയാക്കുക. ഒരു ചാനലിൽ ഇരുന്നിട്ട് വൈകുന്നേരം എന്നിട്ട് എന്താ പറയുന്നത്? ആ ചാനൽ ചർച്ചയിൽ INTUC-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, AITUC-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, വേറെ 1-2 ആളുകൾ അവരെല്ലാം ഇരിക്കുമ്പോൾ ഈ അവതാരകൻ പറയാ, ഞാൻ പ്രസംഗിച്ചതിനെ പരാമർശിച്ചുകൊണ്ട്, ഏളമരംകരി കുടുംബസമേതം പോകുന്ന വാഹനം തടഞ്ഞു നിർത്തണമായിരുന്നു, എന്നിട്ട് അവരെ ബലം പ്രയോഗിച്ച് തെരുവിൽ ഇറക്കി നിർത്തണമായിരുന്നു, എന്നിട്ട് അവന്റെ മോന്തയ്ക്ക് 2 കൊടുക്കണമായിരുന്നു. എന്നാൽ അറിയാം എന്താ പറയുന്നത്? ഇനി ഞാൻ പ്രസംഗിച്ചത് സംബന്ധിച്ചൊരു വിമർശനം ഉണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടതാണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ വേദന ഉണ്ടെങ്കിൽ അത് പറയേണ്ടതാണെങ്കിൽ അവിടെ ഹാജരില്ലാത്ത, പ്രസന്റ് അല്ലാത്ത എന്നെ എന്തിനാ ഉദാഹരിക്കുന്നത്? ചന്ദ്രശേഖരനെ ഉദാഹരിച്ച പോലെ, ചന്ദ്രശേഖർജി നിങ്ങളാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ പിടിച്ചു നിർത്തി പുറത്തിറക്കിയിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കയ്യേറ്റം ചെയ്താൽ നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കും എന്ന് ചോദിച്ചാൽ പോരെ? എന്തിനാണ് എന്റെ പേര് വിളിച്ചത്? ഇതാണ് ചില വാർത്താ ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ വാർത്ത ഡിസ്പ്ലേ ചെയ്യുന്ന രൂപം ഞാൻ പറഞ്ഞു. ഈ രീതിയിലാണ്. എപ്പോഴെങ്കിലും സത്യസന്ധമായി ഇപ്പോഴത്തെ സമരത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ നോക്ക്, ഈ വാർത്ത കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരില്ലേ, തൊഴിലാളികളില്ലേ, അവരെല്ലാവരും പാവപ്പെട്ടവരാണ്, ഒരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. സമയം നോക്കാതെ സംഘർഷമുള്ളടുത്ത് എല്ലാ സ്ഥലത്തും ഓടിച്ചെന്ന് ഈ സാധനം ചിത്രമെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ്. എന്താണ് അവരുടെ കൂലി? അവരുടെ വേതനം എന്താണ്? വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടായിരുന്നു. പുതിയ ലേബർ കോഡ് വന്നപ്പോൾ ഇവരുടെ ശമ്പളം നിർണ്ണയിക്കാൻ വേജ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് നിശ്ചയിച്ച് ഇവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്ന സംവിധാനം ഇല്ലാതായി. ഇവരുടെ മാനേജ്മെന്റുകൾ ഇവരെ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കളിക്കുകയാണ്. ആശാ വർക്കേഴ്സിന്റെ കൂലിയും ശമ്പളത്തെ കുറിച്ച് ഇന്നിപ്പോ വലിയ പ്രസംഗം നടക്കുന്നുണ്ടല്ലോ. 13,500 14,500 16,000. അതിനേക്കാൾ കുറവാണ് ഇവരുടെയൊക്കെ ശമ്പളം പലരുടെയും. അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥന്മാർ ഇപ്പോൾ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായി വന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ മുതലാളി.
ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക് വ്യവസായം ആരംഭിച്ച BPL കമ്പനിയുടെ നമ്പ്യാരുടെ മകളുടെ ഭർത്താവ്. കുടുംബകാര്യം ഞാൻ അധികം പറയുന്നില്ല. അദ്ദേഹമാണ് പിന്നെ മുതലാളി. RSSകാരനും BJPക്കാരനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ മുതൽ മുടക്കിലുള്ള ഒരു ചാനൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ പ്രവർത്തിക്കാൻ വരുന്ന ഈ പ്രവർത്തകരുടെ രാഷ്ട്രീയമല്ല, ജോലിക്കാരുടെ രാഷ്ട്രീയമല്ല, അതിന്റെ ഉടമസ്ഥന്റെ രാഷ്ട്രീയമാണ്. മനോരമയുടെ രാഷ്ട്രീയം MRS കമ്പനിയുടെയും വലിയ മുതലാളിമാരുടെയും രാഷ്ട്രീയമാണ്. ആ മുതലാളിമാരാണ് ചാനൽ നിയന്ത്രിക്കുന്ന, പത്രത്തെ നിയന്ത്രിക്കുന്നത്. മാതൃഭൂമിയുടെ ഉടമസ്ഥന്മാരിൽ പ്രമുഖർ കേരളത്തിലെ വലിയ ട്രാൻസ്പോർട്ട് കമ്പനി ഉടമകളാണ്. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനൽ അംബാനിമാരുടേതാണ്. ഓരോ ചാനലിനും ഓരോ പത്രത്തിനും ഒരു ഉടമയുണ്ട്. ദേശാഭിമാനിയുടെ ഉടമസ്ഥന്മാർ നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സംഭാവനയിലൂടെയാണ് ദേശാഭിമാനി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെതിരായി ദേശാഭിമാനിക്ക് ഒന്നും പറയാൻ കഴിയില്ല. കൈരളി ചാനൽ അധ്വാനിക്കുന്ന വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. വ്യത്യാസം അതാണ്. ഉടമസ്ഥരുടെ താല്പര്യമാണ് അവർ നിൽക്കുന്നത്. എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ? ആശാ വർക്കേഴ്സ്, അംഗനവാടി വർക്കേഴ്സ്, NHM വർക്കേഴ്സ്, മിഡ് ഡേ മീൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന അമ്മച്ചിമാർ, MNREG തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താതെ ജോലി ചെയ്യിച്ച് ചില്ലിക്കാശ് കൊടുത്ത് പറഞ്ഞുവിടുന്ന സ്കീം വർക്കേഴ്സ്, ഓമന പേരിൽ അറിയപ്പെടുന്ന കോടിക്കണക്കായ മനുഷ്യരുണ്ട്. ഇത് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണ്? കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് ഈ സ്കീം. ഈ സ്കീമുകൾ പലതും തുടങ്ങിയത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ്. പറയോ കോൺഗ്രസ് നേതാക്കന്മാർ? MNREG സ്കീം കൊണ്ടുവന്ന് 2004 മുതൽ 9 വരെയുള്ള UPA ഗവൺമെന്റ് ആണ്. തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. എത്രയാ കൂലി കൊടുക്കുന്നത്? 400 രൂപ തികയോ MNREGക്ക്? 346. ഇപ്പോൾ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുകയാണ്. ബജറ്റിൽ അതിനുള്ള തുക വെട്ടിക്കുറയ്ക്കുകയാണ്. 346 എങ്കിൽ 346 പാവപ്പെട്ട കുടുംബത്തിന് അതൊരു ആശ്വാസമാണ്. ആ തുക കുറയ്ക്കുകയാണ്. 1 കോടിയോളം തൊഴിലാളികളെ വെട്ടിച്ചുരുക്കാനാണ് കേരളത്തിൽ കിട്ടിയ നിർദ്ദേശം. ഏതെങ്കിലും വാർത്താ ചാനൽ അത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ടോ? ഞങ്ങളാണോ ഉത്തരവാദി? നമ്മളാണോ? അതുപോലെ തന്നെയാണ് ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തകർ. അംഗനവാടി ICDS എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിലുള്ളതാ. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം സ്കീം, അതിന്റെ കീഴിലുള്ളതാ. മിഡ് ഡേ മീൽ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിലുള്ളതാണ്. സ്കൂളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന അമ്മച്ചിമാർ. ഇവർക്കൊന്നും കൂലി കൊടുക്കാൻ ഈ സ്കീമിൽ വ്യവസ്ഥയില്ല. കൂലി അഥവാ വേതനം അഥവാ വേജ് ഇംഗ്ലീഷിൽ, ആ നിർണയത്തിന് ഒരു തത്വമുണ്ട്. ഒരാൾക്ക് എങ്ങനെയാ കൂലി നിശ്ചയിക്കേണ്ടത്? മിനിമം കൂലി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ജോലി എടുക്കുന്ന തൊഴിലാളി, അയാളുടെ ഒരു ചെറിയ കുടുംബം, അവർക്ക് ഈ തൊഴിലാളി ജോലി ചെയ്ത് മരിച്ചുപോയാൽ പിന്നെയും ജോലി ചെയ്യാൻ ആളെ കിട്ടണ്ടേ? അതിനാണ് കുടുംബം. ആ തൊഴിലാളിക്കും കുടുംബത്തിനും ഒരു മിതമായ തോതിൽ ഭക്ഷണം കഴിച്ച് ജീവിതം നിലനിർത്താൻ വേണ്ട സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ, നഗ്നത മറയ്ക്കാനുള്ള ഉടുപ്പുകൾ വാങ്ങാൻ, മനുഷ്യരായി ജീവിക്കാനുള്ള ചെറിയ സൗകര്യം ഒരുക്കാൻ ഏറ്റവും ചുരുങ്ങിയ ചെലവ് എന്താകുമെന്ന് കണക്കാക്കിയാണ് മിനിമം വേതനം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമം ഇന്ത്യയിലുണ്ട്. മിനിമം വേജ് നിയമം കേരളത്തിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മിനിമം വേതനം നിശ്ചയിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ ആ വിഭാഗത്തിന്റെ മിനിമം വേതനം എത്രയാണെന്ന് നിശ്ചയിക്കാൻ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ചേർന്ന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. ഉദാഹരണത്തിന് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം എന്താവണം എന്നാ തീരുമാനിക്കുന്നത് വിചാരിക്കുക. മിനിമം വേജ് അഡ്വൈസറി ബോർഡ് വന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, അതിലെ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ,
സർക്കാർ പ്രതിനിധികൾ ഈ 3 കൂട്ടരും സമമായിരിക്കും. 4 ആണെങ്കിൽ 4 വീതം 3 കൂട്ടർ. എന്നിട്ട് അവർ തെളിവെടുപ്പ് നടത്തും. ആശുപത്രികളിൽ പോകും, മാനേജറിനോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും, തൊഴിലാളികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്രയാണ് ചെലവ്. അങ്ങനെ തെളിവെടുപ്പ് നടത്തി ചർച്ച ചെയ്തിട്ടാണ് ഒരു കൂലി നിശ്ചയിക്കുന്നത്. അത് നിയമപരമായി കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കാൻ വകുപ്പുണ്ട്. അങ്ങനെ കൊടുക്കണമെങ്കിൽ അവർ വർക്കർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരണം, തൊഴിലാളി എന്ന നിർവചനത്തിൽ വരണം. തൊഴിലാളികൾക്കാണ് മിനിമം വേജ്. ഇവിടെ എന്താണ്? ഇത് സ്കീമാണ്, പദ്ധതിയാണ്. പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവരെങ്ങനെയാ? ആശാ വർക്കേഴ്സ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, സന്നദ്ധ പ്രവർത്തക, ആക്ടിവിസ്റ്റ്, സന്നദ്ധ പ്രവർത്തക. അതിന് പകരം വർക്കർ എന്നാ പറഞ്ഞിരുന്നെങ്കിൽ വർക്കേഴ്സിന് ലഭ്യമാകുന്ന മിനിമം വേതനത്തിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുമായിരുന്നു. MNREG, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, ഗ്യാരണ്ടി പ്രോഗ്രാം, അത് ഒരു സ്കീമാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ, അതൊരു സ്കീമാണ്. അതിൽ വരുന്നവരെ തൊഴിലാളി എന്ന് അംഗീകരിച്ചിട്ടില്ല. അവർക്ക് കൊടുക്കുന്ന പാരിതോഷികം അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസ തുക, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിനെങ്ങനെയാണ് കേരള ഗവൺമെന്റിന് കുറ്റം പറയുക? കേരള ഗവൺമെന്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പ്രതിഫലം മറ്റാരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇവിടെ ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞു കർണാടക 10,000 കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുത്തോ? അവിടെ 5,000 രൂപയാണ് ഒരു മാസത്തെ ഓണറേറിയം ആശാ വർക്കേഴ്സിന്. എന്നിട്ടോ 5,000 രൂപ കൂടി കൊടുത്ത് 10,000 ആക്കാൻ ഞങ്ങൾ ആലോചിക്കുമെന്നൊരു മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് ഇവിടെ പ്രചരിച്ചത്. അതിനുശേഷം വന്ന ബഡ്ജറ്റിൽ 1,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അപ്പൊ 6,000 ആവുന്നുള്ളൂ. ഇവിടെ 7,000 സിക്കിമിൽ 10,000 കൊടുക്കുന്നുണ്ടെന്നൊരു വാർത്ത പത്രത്തിൽ വന്നു. 6,000 കൊടുക്കുന്നത്. സിക്കിമിൽ 6,000 രൂപ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ 7,000 കൊടുക്കുന്നുണ്ടോ? BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടോ? ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ ചോദ്യം വന്നപ്പോൾ JP നദ്ദ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് വർദ്ധിപ്പിക്കാൻ. പിറ്റേ ദിവസം വന്ന് പറഞ്ഞു ഞങ്ങൾ ആലോചിക്കുന്നില്ല വർദ്ധിപ്പിക്കാൻ. ഏതാ വിശ്വസിക്കേണ്ടത്? വർദ്ധിപ്പിക്കുന്നുണ്ടോ? വർധനവിനെ കുറിച്ച് ആലോചനയില്ല. ഗുജറാത്ത് ഹൈക്കോടതി അംഗനവാടി ജീവനക്കാരെ വർക്കർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അവർക്ക് മിനിമം വേജ് ഒരു മാസം 21,000 കൊടുക്കണമെന്നൊരു വിധി വന്നു. അതിനാദ്യം അവരെ വർക്കറാക്കണം അവരുടെ വ്യവസ്ഥ പ്രകാരം. അതിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് അപ്പീൽ പോവുക. ഈ വസ്തുതകൾ വല്ലതും ഈ ചർച്ചക്കിടയിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ സംസാരിക്കുന്നുണ്ടോ? അതെന്താ പറയാത്തത്? ആരാണ് ഈ തൊഴിലാളികൾക്കെതിരെ? ആരാണ് ഇവരെ ശത്രുപക്ഷത്ത്? ഞങ്ങൾ ആരെങ്കിലും ആണോ? കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 2007 കേരളത്തിൽ ആശ എന്ന് പറയുന്ന ഈ സ്കീം പ്രവർത്തനം ആരംഭിച്ച് 2005 UPA ഗവൺമെന്റ് തീരുമാനിച്ചെങ്കിലും 2006 വരെ കേരളം ഭരിച്ചിരുന്ന UDF ഗവൺമെന്റ് ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ചു. 2006 VS ഗവൺമെന്റ് വന്നു. VS ഗവൺമെന്റാണ് ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നടപ്പാക്കി വരുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? 2010-11 വർഷത്തിൽ ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൊടുക്കാൻ ഗവൺമെന്റ് ബജറ്റിൽ അംഗീകരിച്ചത് 1,59,00,000 രൂപയാണ്. 11-12 11,15,00,000. UDFന്റെ കാലാണ്. 15-16 വരെ 26.74 കോടിയാണ് 15-16 ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൊടുക്കാൻ കേരള ഗവൺമെന്റ് ബജറ്റിലെ അലോക്കേഷൻ. 16 മുതൽ LDF ഗവൺമെന്റ് വന്നു. 16-17 48 കോടിയായി. 18-19 133 കോടിയായി. 19-20 124 കോടി. 20-21 148 കോടി. 21-22 183 കോടി. 22-23 189 കോടി. 23-24 190 കോടി. 24-25 211 കോടി. ആരാ മോശക്കാര്? LDF ആണോ കുറ്റക്കാര്? കഴിയാവുന്നതുപോലെ കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക ഉപരോധം എല്ലാം ഉള്ളപ്പോഴും ഈ പാവപ്പെട്ട ജീവനക്കാരെ അവരുടെ ചില്ലിക്കാശിൽ നിന്ന് കൈയിട്ട് വരാതെ
കഴിയാവുന്നത്ര കൃത്യമായി കൊടുക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അവരോട് ശത്രുതയൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. ഈ ഓണറേറിയം കിട്ടാൻ 10 ജോലികൾ ചെയ്യണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു. ആ നിബന്ധന പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ഓണറേറിയം കട്ട് ചെയ്യാറുണ്ടായിരുന്നു. അല്ലെ പവാതി കട്ട് ചെയ്യാറുണ്ടായിരുന്നു. നിബന്ധനകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CIT നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് NHM ഡയറക്ടർ ഓഫീസിൽ 48 മണിക്കൂർ സമരം നടത്തി. ആ സമരം നടത്തിയിട്ടിപ്പോ 1.5 മാസമായിട്ടുണ്ട്. ഞാനാണ് സമരം ഉദ്ഘാടനം ചെയ്ത്. ഒരൊറ്റ മാധ്യമോ വൈകി വന്നില്ല, ഒരാളും റിപ്പോർട്ട് ചെയ്തില്ല. ആ സമരത്തിന്റെ പിറ്റേ ദിവസം മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിബന്ധനകളെല്ലാം ഒഴിവാക്കി തരാം. ആ സർക്കാർ ഉത്തരവാണ് കഴിഞ്ഞ ആഴ്ച വന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ ഉത്തരവ്, ആ സർക്കാർ ഉത്തരവ് കൃത്യമായി പറഞ്ഞ് നിബന്ധനകൾ വെച്ച് ഇനി നേരാൻ ഇവർക്ക് കിട്ടുന്ന ഓണറേറിയം കുറയ്ക്കുന്നതല്ല. ഈ നിലയിൽ കരുതലോടെയാണ് നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് തന്നെയാണ് അംഗനവാടി മേഴ്സി, അംഗനവാടി തൊഴിൽ ജീവനക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നുള്ളൂ. 13 ഏതാണ്ട് കേന്ദ്രം നൽകുന്നത് അംഗനവാടിക്കാർക്ക് നൽകുന്നത് വളരെ തുച്ഛമായ തുകയാണ്. ബാക്കി മുഴുവൻ സംസ്ഥാനം നൽകുന്നത്. NHMന്റെ കീഴിലുള്ള ജീവനക്കാർ, ഇതുപോലെ ഉച്ചഭക്ഷണ പദ്ധതിയിലെ ജീവനക്കാർ, തൊഴിലുറപ്പ് പദ്ധതിക്കാർ, ഇവരൊക്കെയുണ്ട്. കുറഞ്ഞ കൂലി വാങ്ങുന്നവർ ഇവർ മാത്രമല്ല. ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രങ്ങളിൽ ഖാദി ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഖാദി നൂല് നൂൽക്കുന്ന തൊഴിലാളികളുടെ ഒരു ദിവസത്തെ കൂലി എത്രയാ? 500 രൂപയിൽ താഴെയാണ്. കയറിയിരിക്കുന്ന തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലി എത്രയാ? 500 രൂപയിൽ താഴെയാണ്. ഇങ്ങനെയുള്ള പരമദാരിദ്ര്യം പിടിച്ച കുറച്ച് തൊഴിലാളികൾ നാട്ടിലുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ ചെയ്യുന്ന ജോലിയിലൂടെ സൃഷ്ടിക്കുന്ന സമ്പത്ത് കുറവായതുകൊണ്ട് വലിയ കൂലി കൊടുക്കാൻ ആ മേഖലയ്ക്ക് കഴിയാത്തതാണ്. കയർ സഹകരണ സംഘത്തിന് കഴിയുന്നില്ല. സ്വകാര്യ മുതലാളിമാർ കയർ വിരിക്കൽ ഏർപ്പാട് നിർത്തി. അവർ യന്ത്രവൽക്കരണത്തിലൂടെ മറ്റൊരു രീതിയിലേക്ക് പോയി. ഈ പരമ്പരാഗത തൊഴിലാളികൾക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഈ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി സുഗമമായി നടക്കുന്നുണ്ട്. അവർക്ക് രോഗം വന്നാൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് മികച്ച ചികിത്സ കിട്ടാൻ വ്യവസ്ഥയുണ്ട്. ഇതൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും കാണാതെ തൊഴിലാളികൾക്ക് വേണ്ടി ഇതുവരെ നടത്തിയ പോരാട്ടങ്ങളിലൂടെ ഇന്നത്തെ അന്തസ്സുള്ള തൊഴിലാളികളായി തൊഴിലാളി വർഗത്തെ മാറ്റാൻ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പരിഹസിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. എത്ര കാലം ഇങ്ങനെ പരിഹാസമായിട്ട് പോകും? ഇനിയെങ്കിലും അത് അവസാനിപ്പിച്ച് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മാധ്യമ സുഹൃത്തുക്കളും തയ്യാറാവണം. ഈ പ്രശ്നത്തെ ആസ്പദമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള വ്യാമോഹം വെച്ചുകൊണ്ട് നടത്തുന്ന സമരം ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഒരു രാഷ്ട്രീയ സമരമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.